Hi all, welcome to Sera. TFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ PhD, IPhD, ഇന്റഗ്രേറ്റഡ് PhD പൊസിഷനിലേക്കുള്ള 2024 പരീക്ഷയ്ക്കുള്ള അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പേ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടോപ്പ് നോച്ച് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. TFRന് കീഴിൽ, TFR എന്നാണ് ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ പറയാം, TFRന് കീഴിൽ ഒരുപാട് ക്യാമ്പസുകൾ നിലവിലുണ്ട്. അത് TFR മുംബൈ, TFR ഹൈദരാബാദ്, NCBS ബാംഗ്ലൂർ, NCRA, ICTS, അങ്ങനെ ഒരുപാട് ക്യാമ്പസുകൾ TFRന്റെ അണ്ടറിലുണ്ട്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റിസർച്ച് നടക്കുന്ന ഒരു സെന്റർ കൂടിയാണ് TFR എന്ന് പറയുന്നത്. സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഏറ്റവും മികച്ച ഒരു റിസർച്ച് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് TFR എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന പരീക്ഷയാണ് TFR GS 2025 എന്ന് പറയുന്നത്. TFR ഗ്രാജുവേറ്റ് സ്റ്റഡീസ് 2025 എന്ന് പറയുന്ന എക്സാം. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ പോർട്ടൽ ഇവിടെ പറയുന്നുണ്ട്, എക്സാക്ട് ഡേറ്റുകൾ പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ പോർട്ടൽ 21 സെപ്റ്റംബറിന് ഓപ്പൺ ആയിട്ടുണ്ട്. 21 സെപ്റ്റംബറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഫോർ കംപ്ലീറ്റിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 20 ഒക്ടോബർ ആണ്. അപ്പോൾ 20 ഒക്ടോബറിനുള്ളിൽ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. മിഡ് നവംബറോടുകൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസംബറിൽ 8-ാം തീയതി ഞായറാഴ്ച കൃത്യമായിട്ട് ഇതിന്റെ പരീക്ഷയും നടക്കും. അടുത്ത ഓഗസ്റ്റിലേക്കുള്ള അഡ്മിഷനാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നതാണ് പ്രത്യേകത. ഇതിനു പുറമെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കയറാൻ വേണ്ടി പോകുന്നത് ഇന്റഗ്രേറ്റഡ് PhD അല്ലെങ്കിൽ PhD പ്രോഗ്രാമിലേക്കാണ്. ഓക്കെ, BSc കാരാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് PhD, MScയും PhDയും കൂടെ ഒരുമിച്ച് നേടാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. MSc കാരാണെങ്കിൽ നിങ്ങൾക്ക് CSIR നെറ്റ് എഴുതി കിട്ടിയില്ല അല്ലെങ്കിൽ ഗേറ്റ് കിട്ടിയില്ല എന്ന പ്രയാസത്തിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ എങ്ങനെയെങ്കിലും എഴുതി കയറാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതേ ഫെലോഷിപ്പ് അമൗണ്ടോടുകൂടെ ഇന്റഗ്രേറ്റഡ് PhD കാർക്കും ഫെലോഷിപ്പ് ഉണ്ട്, PhD കാർക്കും ഫെലോഷിപ്പ് ഉണ്ട്. അതേ അമൗണ്ടോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PhDക്കോ IPhDക്കോ കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ കേരളത്തിൽ എക്സാമിനേഷൻ സിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചി, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ. ഓക്കെ, കൊച്ചി, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴയാണ് കേരളത്തില് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു TFRന്റെ ക്യാമ്പസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും ക്യാമ്പസുകൾ നിലവിലുണ്ട്. ഓക്കെ, ഇത്രയും ക്യാമ്പസുകൾ നിലവിലുണ്ട്. TFR ഹൈദരാബാദ്, NCRA, NCBS, ICTS, HBCSE, TFR മുംബൈ ഫിസിക്സ്, അങ്ങനെ ഇഷ്ടംപോലെ ക്യാമ്പസുകൾ TFRന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും. അതിൽ ഓരോ സബ്ജക്റ്റുകാർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എലിജിബിലിറ്റിയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ PDF നിങ്ങൾക്ക് സെറേന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ PDF നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കെമിസ്ട്രീന്റെ കേസിൽ TFR മുംബൈയിലും TFR ഹൈദരാബാദിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഹൈദരാബാദിലാണെങ്കിൽ ഗേറ്റ്, നെറ്റ്, ജസ്റ്റ്, ജാം പോലുള്ള പരീക്ഷകൾ വഴിയും നിങ്ങൾക്ക് ഹൈദരാബാദിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. പക്ഷെ മുംബൈയിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാം തന്നെ ക്രാക്ക് ചെയ്തേ പറ്റും. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് PhDക്കാണെങ്കിൽ MScക്കാര് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് MSc ഉണ്ടായിരിക്കണം. എലിജിബിലിറ്റി ഫോർ IPhD, ഇന്റഗ്രേറ്റഡ് PhD എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വർഷ BSc ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. അതിൽ 7.5, അതായത് 75% മാർക്ക് നിങ്ങൾക്ക് വേണം എന്നുകൂടെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റു ഫിസിക്സിനായാലും അതുപോലെ ബയോളജിക്കാർക്കായാലും. ബയോളജിയുടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബയോളജി PhD അല്ലെങ്കിൽ IPhD പ്രോഗ്രാമിന് TFR മുംബൈ, NCBS ബാംഗ്ലൂർ, TFR ഹൈദരാബാദ് എന്നീ സെന്ററുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ അവിടെ JEEBILS എന്ന് പറയുന്ന പരീക്ഷയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ പരീക്ഷയിൽ
ഈ പരീക്ഷ എന്ന് പറയുന്നത് ഓക്കെ, അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ, അതായത് ബയോളജിയിൽ IPHD, അതായത് നിലവിൽ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന ഒരാളാണ്, നിലവിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാളാണ്, അപ്പൊ നിങ്ങൾക്കും ബയോളജി പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടോ ബയോളജി പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, കഴിഞ്ഞ 3 വർഷം BSc ബയോളജി പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ MSc കെമിസ്ട്രി ആണ് പഠിച്ചത്, ഇനി എങ്ങനെയാണ് ബയോളജിയിലേക്ക് പോവുക എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു എക്സാം ആണ്, TFRന്റെ എക്സാം എഴുതുക. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഇൻ എനി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഓർ എനി 4-year ഡിഗ്രി. അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി വേണമെന്നേ ഉള്ളൂ, സയൻസിൽ ഒരു ഡിഗ്രി വേണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ടെക്നിക്കലി നിങ്ങൾക്കൊരു BTech, BVSc, BPharm ഏതെങ്കിലും ഒന്ന് വേണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബയോളജിയിൽ IPHD ചെയ്യാൻ വേണ്ടി പോവാം. എന്നാൽ ഈ IPHD ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വെറുതെ കയ്യും വീശി പോകേണ്ട ആവശ്യമില്ല, അവർ ഇഷ്ടം പോലെ പൈസ ഇങ്ങോട്ടേക്ക് തരും. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് PhD സ്റ്റുഡൻസിന് സാധാരണഗതിയിൽ ഇന്ത്യയിലുള്ള നോംസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് PhD സ്റ്റുഡൻസിന് 37,000 രൂപയും പിന്നെ 2 വർഷം കഴിയുമ്പോൾ 42,000 രൂപയും എന്ന രീതിയിലാണ് പോകുന്നത്. IPHDക്കാർക്ക് ആദ്യത്തെ ഇയറിൽ 25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. IPHDക്കാർക്ക് ആദ്യത്തെ ഇയറിൽ 25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. പിന്നെ 1 വർഷം കഴിയുമ്പോൾ 37,000 രൂപ കിട്ടാൻ വേണ്ടി തുടങ്ങും. മാസത്തിൽ 37,000 കിട്ടാൻ വേണ്ടി തുടങ്ങും. വിച്ച് മീൻസ് ഇയർലി അറൌണ്ട് 4 lakhന്റെ അടുത്ത് വന്നില്ലേ. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 42,000 രൂപയാണ് നിങ്ങൾ PhDയിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങാം. ഇനി നിങ്ങൾക്ക് PhD ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല, MSc എടുത്തിട്ട് ഇറങ്ങണം എന്നാണ് നിലവിലുള്ള BScക്കാർക്ക് താല്പര്യമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3-ാം വർഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി സാധിക്കുന്നത് ആണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഫെലോഷിപ്പോട് കൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് ബയോളജി പഠിക്കാം, അല്ലാത്തവർക്ക് സ്വന്തം സബ്ജക്റ്റിൽ തന്നെ തുടർന്ന് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഫെലോഷിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സിലബസും എക്സാം ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് ഇവിടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നുന്നു. ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ്, അതായത് സിലബസ് എന്ന് പറയുന്നത് ഇന്നേ വരെ ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ MSc എൻട്രൻസുകളെ സംബന്ധിച്ചും വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആണ്. വ്യത്യസ്തം എന്ന് പറയാനൊന്നുമില്ല, കാര്യങ്ങളൊക്കെ സെയിമാ. ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്സ് റെലവെന്റ് ഫിസിക്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ക്വാണ്ടം മെക്കാനിക്സ്, ഹീറ്റ്, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ജനറൽ ഫിസിക്സ്, മോഡേൺ ഫിസിക്സ്, ഇതൊക്കെ തന്നെയാണ് IIT ജാമിന്റെ സിലബസിലുള്ളത്. പക്ഷെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പേരയിൽ ഒതുക്കുന്ന ഒരു സിലബസ് ആണ്. എക്സാമും അതുപോലെ തന്നെയാണ്, കാച്ചിക്കുറുക്കിയ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഡയറക്റ്റ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുക എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കും വേണ്ട. കൃത്യമായിട്ടൊന്ന് ചോദ്യം വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇന്നേ വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഫിസിക്സിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ രീതിയിലാണ് ഏതിൽ കൊടുത്തിട്ടുള്ളത്, ബയോളജി കൊടുത്തിട്ടുള്ളത്. ബയോളജി എക്സാം 4 സെക്ഷൻസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് 2 സബ്സെക്ഷൻസ് ആയിട്ടാണ് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തത് ജനറൽ A and B, പിന്നെ ഫിസിക്സ് A and B, കെമിസ്ട്രി A and B ആൻഡ് ബയോളജി A and B. ഓക്കെ, അപ്പൊ ഇതിൽ A സെക്ഷനിൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, B സെക്ഷനിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. A സെക്ഷനിൽ ചോദ്യങ്ങൾക്ക് 1 മാർക്കും B സെക്ഷനിൽ 2 മാർക്കുമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇൻകറക്റ്റ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതില് പറയുന്ന ഒരു കാര്യമുണ്ട്, ദ എക്സാം ടെസ്റ്റ് ദ എബിലിറ്റി ടു സിന്തസൈസ് ടോപ്പിക്സ് ദാറ്റ് യു ഹാവ് ലേൺഡ് ഡ്യൂറിങ് എ ടിപ്പിക്കൽ സയൻസ് കോഴ്സ് ഡ്യൂറിങ് ഹൈ സ്കൂൾ ഓർ ഡ്യൂറിങ് യുവർ അണ്ടർ ഗ്രാജുവേറ്റ്. ദർ ആർ നോ അതർ സ്പെഷ്യൽ ടോപ്പിക്സ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഹൈസ്കൂൾ തൊട്ട് നിങ്ങൾ ഡിഗ്രി വരെ പഠിച്ച ബേസിക് കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്നാണ് പറയുന്നത്. അത്രയും ചെറിയ സിലബസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് അത്രയും വാസ്റ്റ് ആണ്. അവരങ്ങനെ ഒതുക്കി എന്ന് മാത്രമേ ഉള്ളൂ, ഒരു 3 വരിയിൽ ഒതുക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്നേ വരെ കഴിഞ്ഞ ഒരു 6 സെമിസ്റ്ററിൽ BScക്കാരാണെങ്കിൽ കഴിഞ്ഞ ഒരു 6 സെമിസ്റ്റർ പഠിച്ച എല്ലാ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ MScക്കാരാണെങ്കിൽ കഴിഞ്ഞ 6 സെമിസ്റ്റർ BSc പഠിച്ച 6ഉം ഈ MSc പഠിച്ച 4, 10 സെമിസ്റ്ററുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ക്രാക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ഒരു ബയോളജിയുടെ എക്സാം എന്ന് പറയുന്നത്.
ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BSc MSc കാലയളവിൽ പഠിച്ച എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ജാമിന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് ഈ പരീക്ഷയും നിങ്ങൾക്ക് എഴുതി പോകാൻ വേണ്ടി പറ്റും. അത് പറയുമ്പോഴാണ് ജാമിന്റെ ബാച്ച് നിലവിൽ സെറയിൽ ഓപ്പൺ ആണ്. ജാമിന് ഇനി 4 മാസം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. 4 മാസം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. 4 മാസത്തിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും. ഏത് എക്സാമും ക്രാക്ക് ചെയ്തിരിക്കും. ജാമിന് ശേഷം നമുക്ക് ഇനി CUET വരാനുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുസാറ്റ്, MG, കേരള, കാലിക്കറ്റ്, കണ്ണൂർ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെ എക്സാം വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാമുകൾ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്നുള്ള ഉറപ്പ് തരുന്നു. ഉറപ്പായിട്ടും സെറയിലെ നമ്പർ എടുക്കുക, കോണ്ടാക്ട് ചെയ്യുക. ഇനി അങ്ങോട്ടേക്ക് ചിന്തിച്ച സമയം കളയാനില്ല. മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഈ അഡ്മിഷൻ, അതായത് പരീക്ഷ എഴുതിയാലും ഇതിന് ഫീസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അത്രയും ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ സങ്കുചിത മനോഭാവത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ചേറപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഫീസിന്റെ കാര്യമല്ലേ, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം, നമുക്ക് ലോൺ എടുത്തിട്ടായാലും നമുക്ക് പഠിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ നിൽക്കൂ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം, അതിന്റെ നിങ്ങൾ എത്ര ഫീസാണോ, നിങ്ങൾ 100 രൂപ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തില് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ കൂട്ടിയാൽ മതിയെന്നേ. നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോ നിങ്ങൾ അതിനെ പറ്റിയൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസുകളും കാര്യങ്ങളും ഇനി നോക്കുക. ഇനി അഡ്മിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീയിലേക്ക് ആദ്യം പോവാം. അപ്ലിക്കേഷൻ ഫീ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1000 രൂപയും നോൺ റീഫണ്ടബിൾ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ്. അതേഴ്സിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ വെബ്സൈറ്റിൽ TFRGS 2025 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബിഗിൻ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുണ്ടാവും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു, അപ്ലിക്കേഷൻ പോർട്ടലിലേക്ക്. ഓക്കെ, അതിൽ കൃത്യമായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാവും. ഓക്കെ, അതിലെ ഓരോ ഡാറ്റയും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. എന്നിട്ട് OTP ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്ത OTPക്ക് ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഒക്കെ ചോദിക്കുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫീസ് പേയ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അപ്ലിക്കേഷൻ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോ സെപ്റ്റംബർ മാസം ആണ്. സെപ്റ്റംബർ മാസം കഴിയാറായി. ഒക്ടോബറും നവംബറും കഴിഞ്ഞാൽ ഡിസംബർ ആദ്യത്തെ ആഴ്ച ഈ പരീക്ഷ വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കൃത്യമായിട്ട് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബാച്ചിലുള്ളവരാണെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ജോയിൻ ചെയ്യുക, പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഈ നിമിഷം പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഗോൾഡൻ ചാൻസ് ആണ് TFRGS 2025 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശക്തമായിട്ട് പഠിക്കുക, വളരെ നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ്.